ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാക്കണ തീ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലെ വീഡിയോ ഇടാത്ത കാരണം ഞാൻ പറഞ്ഞില്ല, ആകെ ഒരു തട്ടിയടിക്കലും എല്ലാം ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിനി, അപ്പം അപ്ലോഡ് ചെയ്യാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാക്കി നമ്മളെ തീയൊക്കെ പിടിപ്പിച്ച്. അപ്പം നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോവാ കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. ബ്രേക്ക്ഫാസ്റ്റിക്ക് ഇതാക്കണേ ചീയപ്പം ഉണ്ടല്ലോ, ചീയപ്പം ഉണ്ടാക്കിയത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ മോളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. സ്കൂൾക്ക് പോകാനൊക്കെ റെഡി ആയിട്ടില്ല. സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ എല്ലാം എണീറ്റുകാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് കഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മളെ ഉപ്പേരി ഉണ്ടല്ലോ, വാഴക്കൂമ്പ് വെച്ചുകാണ്ട് ഒരു തോര ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ. അതാക്കട്ടോ, വാഴക്കൂമ്പ് നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് ഉപ്പേരി വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളെ വയറിനൊക്കെ നല്ല എന്താ പറയുക, നല്ലൊരു ഇത് തന്നെയാണ്. നമുക്ക് ഈ ശോധന ഇല്ലാത്തവർക്കും എല്ലാവർക്കും അങ്ങനത്തെ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ വാഴക്കൂമ്പൊന്നും കിട്ടുമ്പോൾ കളയണ്ട. അപ്പം നമുക്ക് തോരൻ വെക്കാം കേട്ടോ. ഉണ്ടൊക്കെ മാഷാ അല്ലാഹ്, ഉണ്ടൊക്കെ തീയൊക്കെ അടിപൊളിയായി കത്തി. നമ്മളെ ഇങ്ങനെ വേവിച്ച് കഴിക്കുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ തോര ഉണ്ടാക്കണതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇതാക്കണ ഫിഷ് ഉണ്ട്. ഇത് ചൂതമീനാണ്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഒരു 2, 3, 4, 5 കഷ്ണം എടുത്തുകൊണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ചൂതമീനും കൂടി ഒന്ന് വെക്കട്ടെ കേട്ടോ. ചൂതമീൻ വെക്കണമെന്ന് ഞാൻ കാണിക്കില്ല, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇടണോ ഇതാക്കണമെന്നും കാണിക്കില്ല. മെയിനായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മളെ വാഴക്കൂമ്പാട്ടോ. അപ്പം ഇതൊക്കെ റെഡിയാക്കിയത് ഈ ഒരു ഇത്ര വലുപ്പത്തിലാട്ടോ എടുത്തത്. അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിപ്പോൾ തന്നെ മതിയല്ലോ. ഞങ്ങൾക്ക് ഒന്ന് തന്നെ ഉണ്ടാവും. അപ്പം ഇതിങ്ങനെ ഇതേമാതിരി ചെറുതാക്കി കൊത്തി അരിയ, കുഞ്ഞാക്കി കൊത്തി അരിയ. ഇനി ഇതെന്താ അറിയോ, നമ്മൾ ഇതിൻ്റെ കറ കളയണം. അപ്പം കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലിടുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടുകാണ്ട് ഇതിൻ്റെ കറ കളഞ്ഞെടുക്കുക. ഈ നുറുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ കഞ്ഞിവെള്ളത്തേക്കോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഇങ്ങനെ ആക്കിയിട്ടാൽ മതി, അരിഞ്ഞെടുത്താൽ മതി. ഞാൻ വെള്ളമൊന്നും ആദ്യം എടുത്തിട്ട് മീൻകറി ഇതാക്കട്ടോ. നമ്മളെ മീൻകറി ഇതാകണ്ടോ, മീൻകറി റെഡിയായി. ഇങ്ങനെ ആക്കി എടുക്കുക. ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ കുഴക്കണ്ട കേട്ടോ. കുഴച്ചാൽ ചിലപ്പോൾ കയ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഈ നൂല് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ചൂടുവെള്ളം കുറച്ച് ഒഴിക്കുക കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ ആ തെളി കെട്ടതാക്കിയിട്ട് അതിൻ്റെ ചൂടിലങ്ങോട്ട് തെളി ഇളം ചൂടുള്ളൂ കേട്ടോ. ഇളം ചൂടിലിട്ടിട്ട് ഇനി ഇതിൻ്റെ ഇതാക്കിയിട്ട് എടുക്കുക. ഞാൻ തേങ്ങ ഇട്ടുകാണ്ടാണെങ്കിൽ തേങ്ങ ഇതൊക്കെ ഇട്ടുകാണ്ട് ചതച്ച് വെക്കൂല. അങ്ങനെയാണെങ്കിൽ വെക്കാം. ഇനിയിപ്പോൾ ഉള്ളി ഇതൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ വെക്കാം കേട്ടോ. എങ്ങനെ എനിക്ക് വേണ്ടേ? നിങ്ങളെ ഇഷ്ടം. അല്ല, ഇഞ്ച ഇഷ്ടമല്ല, എന്നാലും എനിക്കൊരു ഇഷ്ടമല്ലേ. തേങ്ങ ഇട്ടുകാണ്ടാണോ ഇഷ്ടം, തേങ്ങ ഇടാതെ ഇഷ്ടം? തേങ്ങ ഇടാതെ. എന്നാൽ ഞാൻ തേങ്ങ ഇടാതെ വെച്ചെടുക്കട്ടെ കേട്ടോ. തേങ്ങ വേണ്ടവള്. അപ്പം തേങ്ങ ഇട്ട് കണ്ടോ, ഇതിപ്പോൾ കണ്ടെങ്കിൽ നൂല് വന്നിക്കണ്, നൂലിങ്ങാണ്ട് കിട്ടും. നമ്മളേ വയറിൻ്റെ ഉള്ളിലുള്ള മുടികളും വയറ്റിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോരും ഇങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ. അതൊന്നും നമ്മൾ നിസാരാക്കിങ്ങാണ്ട് നമ്മൾ വെട്ടിക്കളയരുത്. തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം. ഇനി കടിയിൽ തന്നെ കിട്ടും, മാർക്കറ്റിലും ഉണ്ടാവും, ഇത് വാങ്ങാൻ കിട്ടും കണ്ടോ. ഇതൊക്കെ ഒഴിവാക്കുക. അതിൻ്റെ ഇത് മാത്രമാണ്. ഇപ്പം ഇതിൻ്റെ കറ ഉണ്ട് കഞ്ഞിവെള്ളത്തിലാണ് പോയിടോ. നല്ല ഇതിലാണ് പിടിച്ചു. നമ്മളെ മൺചട്ടി തന്നെ ഉണ്ടാക്കട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വേണ്ടായിട്ട് ഞാൻ എന്താ കാണിച്ചിട്ടുള്ളത്, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ സാധാ മുളകും കേട്ടോ, പച്ചമുളകും അതൊന്ന് ഇതേമാതിരി ക്രഷ് ചെയ്തെടുത്തുക്കണേ. ഞാനിപ്പോൾ തൂമിച്ചുകാണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് തൂമിച്ച് ഒഴിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ തൂമിച്ചുകാണ്ട് വറവിടേണ്ടി വരും. വറവിട്ടുകാണ്ട് വെക്കാം. സിമ്പിളായിട്ട് വറവിട്ട് വെക്കണേരം നല്ലതാണ്. വറവിടാതെ വെച്ചിട്ട് പിന്നെ വറവിടുക നല്ലത്. അപ്പം നമുക്ക് ഫസ്റ്റ് വറവിടാതെ വെക്കാം. അതാ ഇതിങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ച ചട്ടിയിൽ കെട്ടിട്ട്
ഞാൻ പറയുന്ന കേക്ക് ഉണ്ടാവും. എന്താ പറയുക, മഴ ആണ് ഇവിടെ, പിന്നെ മൈക്കില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചില്ല, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളകും അതിൻ്റെ പേസ്റ്റ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കേട്ടോ. ഉപ്പ് ഏറാതെ നോക്കണം. ഉപ്പാണ് നമ്മൾ ഉപ്പേരിയിലൊക്കെ ഏറാതെ നോക്കേണ്ടത്. ചിലർക്ക് ഉപ്പേരിക്ക് ഉപ്പ് നല്ലോണം വേണം. ചിലവർക്ക് അങ്ങനെ അറിയാം, ഉപ്പേരി മാത്രം കുഴച്ച് തിന്നണവർക്ക് ഒരു അനക്ക ഉപ്പ് മുകളിൽ ഇങ്ങനെ കൂടുതലായി ഇങ്ങാട് ഇങ്ങനെ നിൽക്കണം. അവർക്ക് ഉപ്പ് അതേമാതിരി അരിക്കത്ത് കൂടെ പോയാൽ മതി ഉപ്പേരിക്ക്. അപ്പോൾ പറയും നമ്മൾ കുറച്ച് ഇതായാൽ തന്നെ പറയും ഇത് ഉപ്പ് ഏറിയിക്കണമല്ലോ പറയും. അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് അതിനനുസരിച്ച് നമുക്ക് ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ ചുവക്കനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക. ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലെയിം കൂട്ടി വെക്കുക. എന്നിട്ട് പിന്നെ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങി ഇങ്ങനെ വരിക ചെയ്യുക. വെള്ളം ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്താ കാട്ടുക, വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂടുതലാക്കുക. അല്ല വെള്ളം കുറഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം കുറക്കുക കേട്ടോ. നമ്മളെ തോരൻ റെഡി ആയിട്ടോ. അടിപൊളിയാ, തോരൻ റെഡിയായി. ഇനി നമുക്ക് വറവിടാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിക്കണേ, അതിലാണ് ഞാൻ വറവിടുന്നത്. പിന്നെ എന്താ കൊച്ചുള്ളി എല്ലാം എടുക്കുന്നത്. അതേപോലെ ഞാൻ എടുക്കുന്നത് നമ്മുടെ കടുക് ഉണ്ടല്ലോ, കടുകിലാണ് ഞാൻ വറവിടുന്നത്. ഒരു ഇച്ചിരി മതിട്ടോ കടുക്. കറി ലീഫ് ഞാൻ ഇതിലേക്ക് ഇട്ടുകാണ് കഴിഞ്ഞു. കറി ലീഫ് വേണ്ട. ഒഴിക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടിയോ ഇല്ലല്ലേ? തോരൻ റെഡി. അപ്പം നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കിയാണ്ട് കുട്ടികളെ സ്കൂളിലെ ലഞ്ച് ബോക്സിലൊക്കെ നിറച്ചു കൊടുക്കുക. നമ്മളും തന്നെ വീട്ടിലും ഉണ്ടാക്കിയാണ്ട് കഴിക്കുക. കളയാതെ കഴിച്ചോളി, അടിപൊളിയാണ്. കുഴച്ചിങ്ങനെ നല്ല ചോറിലുണ്ടല്ലോ, കുഴച്ചിങ്ങനെ കഴിച്ചാണ്ടല്ലോ. അതുമാതിരി ചപ്പാത്തിക്കൊന്നും കുട്ടികൾക്കാണ് ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് നമ്മളെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ നിറക്കുക. ഞാൻ അങ്ങനത്തെ ഒരു റെസിപ്പി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചിക്കനും ഇതൊക്കെ നിറക്കണ മാതിരി ഇതിങ്ങനെ വേവിച്ചങ്ങാണ്ട് ഇതാക്കിയിട്ട് ഇത് നിറച്ചിങ്ങാണ്ട് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോകുക. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്നാലും നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു. വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, നാളെയാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇട്ടിരുന്നു. അപ്പം ഇന്നലത്തെ വീഡിയോ ഉണ്ട്. ഇന്നലത്തെ വീഡിയോ ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് എനിക്കൊരു ബിസി ആയത് കാരണമാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തത്. അപ്പോൾ ബായ്.